ആദ്യം വസന്ത് തെങ്ങുമ്പള്ളി നമുക്കൊപ്പം ചേരുമ്പോൾ, വസന്ത്, UDF കളിക്കുന്ന നാണംകെട്ട രാഷ്ട്രീയ കളിയാണെന്നുള്ള ആരോപണമാണ്. കലാരാജു വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും CPM ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കടത്തിക്കൊണ്ടുപോയത് UDF ആണ്. അവിശ്വാസ പ്രമേയത്തിന് ആ 4 ദിവസം എവിടെയായിരുന്നു കലാരാജു എന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. നാണംകെട്ട കളി കോൺഗ്രസ് ആണോ കൂത്താട്ടുകുളത്ത് കളിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കലാരാജുവിന്റെ പരാതി അവരുടെ കുടുംബത്തിന്റെ പരാതിയിന്മേലാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾ, ന്യൂസ് 18 അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് വരുന്നത്. ആ കുടുംബം പറയുന്നത് എന്താണ്? CPM തട്ടിക്കൊണ്ടുപോയി. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 50 പേർ എന്റെ അമ്മയെ കാറിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് ആ മകൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുക്കുന്നത്. ആ മുഖ്യമന്ത്രിക്കും DGPക്കും മകൾ കൊടുത്ത പരാതിയിന്മേലാണ് സ്ഥലത്തെ പോലീസ് FIR ഇട്ട് അന്വേഷിക്കുന്നത്. ആ FIR-ൽ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇവർ സമ്മതിക്കേണ്ട ഒരു കാര്യം, UDF നടത്തുന്ന, ഇപ്പൊ നേരത്തെ അപർണ സൂചിപ്പിച്ച ഈ നാറിയ കളി ഉണ്ടല്ലോ, ആ കളിക്ക് കേരളത്തിന്റെ പോലീസ് സംവിധാനം, ഏത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് സംവിധാനം കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഇവർ അംഗീകരിക്കണം. ഞങ്ങൾ പറയുന്നിടത്താണ് പോലീസ് ഇവിടെ നിൽക്കുന്നത് എന്നത് അവർ അംഗീകരിച്ചാൽ നല്ല കാര്യം, ഞങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവരെ തന്നെ സഹാവായ ഈ ചർച്ചയിൽ പങ്കുചേരാൻ പോകുന്ന കലാരാജുവിന്റെ വാക്കുകളെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. 2 ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കലാരാജുവിന്റെ പരാതി UDF നേതൃത്വത്തിനെതിരാണോ? UDF തട്ടിക്കൊണ്ടുപോയി, KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘം ഇതാ എന്നെ തട്ടിക്കൊണ്ടുപോയി, ഒടുക്കം CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി എന്നാണോ അവരുടെ പരാതി? അല്ല, അവരുടെ കുടുംബത്തിന്റെ പരാതി, ഞാൻ കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുത്ത UDF കൊടുത്ത അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന ഞാൻ മെമ്പറായിട്ടുള്ള, ഞാൻ ജനപ്രതിനിധിയായിട്ടുള്ള ആ ചർച്ചാവേദിയിലേക്ക് വരുമ്പോ അവിടെ CPM നേതൃത്വം എന്നെ വലിച്ചഴിച്ച് കാറിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, കാറിൽ വെച്ച് അവർ ചോദിച്ചല്ലോ, നമുക്ക് സംസാരിച്ച് തീർക്കാമല്ലോ, പാർട്ടി ഓഫീസിലേക്കല്ലേ പോകുന്നത് എന്ന് വിശ്വാസത്തോട് ചോദിക്കുന്ന ആ സഹപ്രവർത്തകയെ, ആ സഹാവിനെ ഇവർ പറയാണ്, നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഉള്ളത് കാണിച്ചു തരാമെന്നും, കാറിന്റെ ഡോറിന്റെ ഇടയിൽ കൈ കുടുങ്ങിയപ്പോ അത് അവിടെ ചെല്ലുമ്പോൾ പറിച്ചെടുത്ത് നൽകാമെന്നും ഒക്കെ പറയുന്ന രീതിയിൽ അതിക്രൂരവും കഠിനവുമായ നരാധമ കൂട്ടത്തിന്റെ വാക്കുകളാണ് അവരുടെ വായിൽ നിന്ന് ഇന്നലെ കേട്ടത്. കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിപ്പോകുന്ന രീതിയിൽ, കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ എന്താ പറയുന്നത്, ഒരു മസ്തിഷ്ക ജ്വരം ബാധിപ്പിക്കുന്ന രീതിയിൽ ഇതാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമോ? അതും ഭരിക്കുന്ന പാർട്ടി. എന്റെ വീടിന്റെ ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കുകയാണ്, കണ്ണൂരിൽ കേട്ട്, ചിലപ്പോ കണ്ണൂരിലോ അല്ലെങ്കിൽ കാസർഗോഡോ ഒക്കെ കേൾക്കുന്ന രീതിയിൽ ഒരു പാർട്ടി, അത് എതിർ പാർട്ടിയുടെ നോക്കണം, സ്വന്തം പാർട്ടിയുടെ ജനപ്രതിനിധിയെ കാറിലേക്ക് വലിച്ചിഴച്ച് തട്ടിക്കൊണ്ടുപോകുന്നു, അതും ഒരു സ്ത്രീയെ അവരുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. ഇതെന്താ കൗരവ സഭയാണോ? പാഞ്ചാലി വസ്ത്രാക്ഷേപം നടത്താൻ മുച്ചൂടും മുരിയും കുലം എങ്ങനെയാണോ വസ്ത്രാക്ഷേപത്തിന് ഈ പറയുന്ന മുടിക്കുത്തിന് പിടിച്ച് പാഞ്ചാലിയെ വലിച്ചഴിച്ച് കുലം നശിച്ചു പോയത്, അതേ രീതിയിൽ ഈ CPM എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ കുലം അത് മുച്ചൂടും നശിച്ച് നാറാണക്കല്ലെടുക്കാനുള്ളതിന്റെ തുടക്കമാണ്. അവരുടെ തന്നെ സഹാവായ, അവരുടെ തന്നെ സഹപ്രവർത്തിയായ, ഒരുപാട് കാലം അവരുടെ കൂടെ ഉണ്ടുറങ്ങി വസിച്ച, അവർക്ക് വേണ്ടി ഇൻകുലാബ് വിളിച്ച, ചുമന്ന കുടി പിടിച്ച, അവർക്ക് വേണ്ടി SFI-യിൽ പ്രവർത്തിച്ച, അവരുടെ DYFI സഖാക്കളെ സംരക്ഷിക്കാൻ ഇറങ്ങി നിന്ന ഒരു സഖാവിന്റെ മുടുക്കുത്തിന് പിടിച്ച് വലിച്ചടച്ചുകൊണ്ട്, അത് നോക്കണേ, കേരള ഭരണം നഷ്ടപ്പെടുന്ന കാര്യമില്ല കേട്ടോ, കേന്ദ്ര ഭരണം നഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല, കേവലം ഒരു നഗരസഭാ ഭരണം പോകുമോ എന്നുള്ള പേടിയിൽ വിറളി കൊണ്ട ഒരു നരാധമ കൂട്ടം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആ നരാധമ കൂട്ടമാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. അത് ഗുണ്ടാ സംഘമാണ്. ആ ഗുണ്ടാ സംഘം കമ്മ്യൂണിസ്റ്റുകൾ എന്ന പേരെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇനി 2ാമത്തെ ചോദ്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം അപർണ. 2ാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന പോലെ UDF ആണ് തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഏറ്റവും അവസാനം അപർണയുടെ അടക്കം ന്യൂസ് 18 അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങൾ കലാരാജുവിനെ കാണുന്നത്, നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ പോകുന്ന കലാരാജുവിനെ കാണുന്നത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ CPM-ന് എവിടെ നിന്നാണ് കലാരാജുവിനെ കിട്ടിയത്? CPM അവരുടെ നിലയ്ക്ക് UDF തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് കലാരാജുവിനെ സംരക്ഷിക്കുകയാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയ എവിടെ നിന്നാണ് ഇവർ സംരക്ഷിച്ചത്? അത് പറയണ്ടേ? അതോ മാനത്ത് നിന്ന് ഈ മഴ പെയ്യുമ്പോ ഈ മഞ്ഞ് പൊഴിയുന്നത് പോലെ മാനത്ത് നിന്ന് പൊഴിഞ്ഞു വീണപ്പോ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഏരിയ സെക്രട്ടറി എല്ലാം കൂടെ ക്യാച്ച് പിടിച്ചതാണോ കലാരാജുവിനെ?
ഗുണ്ടാ സംഘം UDF-ന്റെ ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ട് പോകുമ്പോ മഴ പെയ്യുമ്പോൾ മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ കലാരാജു മാനത്ത് നിന്ന് പൊട്ടി താഴ്ത്തി വീണു. അത് കറക്റ്റ് വീണത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഫ്രണ്ടിൽ. ഇതാ ക്യാച്ച് പിടിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ക്യാച്ച് പിടിച്ചതാണോ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം പറയണ്ടേ? ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ്